ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് പ്രോബ്ലം നമ്പർ 5ൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ തയ്യാറാക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ ദി ഇയർ എൻഡഡ് 31 March 2012. പർട്ടിക്കുലേഴ്സ് നോട്ട് നമ്പർ 31 March 2012, 31 March 2011. ഇതാണ് നമുക്ക് ഇതിലേക്കുള്ള ഇത് വരുന്നത്. അതിൽ നമുക്ക് ഓരോ ഐറ്റംസ് നമ്മൾ ശ്രദ്ധിക്കണം, അതിൽ അനുസരിച്ച് നമ്മൾ റെക്കോർഡ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം റവന്യൂ ഫ്രം ഓപ്പറേഷൻ. റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ അതിൽ സെയിൽസാണ് എഴുതേണ്ടത്. സെയിൽസ് 5,20,000 ആണ്. ദെൻ അതർ ഇൻകം എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അതാണ് ഇത് നമ്മൾ എഴുതണം. അപ്പോൾ നമുക്കൊന്ന് ബ്രാക്കറ്റിൽ വേണമെങ്കിൽ അവിടെ നിന്ന് ഇൻട്രസ്റ്റ് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അതിനൊരു വർക്കിംഗ് നോട്ട് തയ്യാറാക്കണ്ട എന്ന് കരുതിയാണ് അത് എഴുതാതിരുന്നത്. ഇൻട്രസ്റ്റ് 12,000. അപ്പോൾ രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 5,32,000 ആണ് അതിൽ വരുന്നത്. ഓക്കെ. ദെൻ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയുമ്പോൾ നമുക്കവിടെ ചോദ്യത്തിൽ തന്നിട്ടില്ല. അത് മാനുഫാക്ചറിങ് സ്ഥാപനങ്ങളിലായിരിക്കും അത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് തരിക. ദെൻ അടുത്തത് വരുന്നത് പർച്ചേസസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് പർച്ചേസ്. അപ്പോൾ 2,40,000 എന്ന റേറ്റ് നമുക്ക് അവിടെ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് പർച്ചേസസ് അഡ്ജസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് അതിന് 2,10,000 ആണ്. അത് നമ്മൾ പറഞ്ഞു ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ ക്ലോസിംഗ് സ്റ്റോക്ക്, ഓപ്പണിംഗ് സ്റ്റോക്കിലൂടെ പർച്ചേസ് കൂട്ടി ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുമ്പോഴാണ് നമുക്കത് വരണം. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ വർക്കിംഗ് നോട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് തയ്യാറാക്കാനുള്ള ഇതിൻ്റെ കാൽക്കുലേഷൻ ഓഫ് പർച്ചേസ് കാൽക്കുലേഷൻ എങ്ങനെയാണ്? പർച്ചേസസ് അഡ്ജസ്റ്റഡ് ഈക്വൽ ടു ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ഓക്കെ. പർച്ചേസസ് അഡ്ജസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഈ ഫോർമുല ചെയ്തിട്ടാണ് പർച്ചേസ് അഡ്ജസ്റ്റഡ് കണ്ടുപിടിക്കുക. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസ് കൂട്ടി ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുമ്പോഴാണ് നമുക്ക് അത് കിട്ടുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എമൗണ്ട് നമുക്ക് അറിയില്ല. ഇവിടെ 2,10,000 ആണ് പർച്ചേസ് അഡ്ജസ്റ്റഡ്. അപ്പോൾ 2,10,000 എഴുതാം. 60,000 ഓപ്പണിംഗ് സ്റ്റോക്ക് അത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 30,000 രൂപ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്ന എമൗണ്ട് ഇവിടെ ഉണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് 30,000 മോർ ദാൻ ദ ഓപ്പണിംഗ് സ്റ്റോക്ക്. അഡ്ജസ്റ്റഡ് തന്നിട്ടുണ്ട് കേട്ടോ. ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് 30,000 മോർ ദാൻ ദ ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാൾ 30,000 കൂടുതലാണ്. അപ്പോൾ എങ്ങനെയല്ല, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് 30,000 ഈക്വൽസ് 90,000. എന്നിട്ട് ഈ 30,000 അങ്ങോട്ട് ഉണ്ടോ. അപ്പോൾ എന്താ, ഓപ്പണിംഗ് സ്റ്റോക്ക് 90,000 മൈനസ് 30,000 60,000. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് 60,000 നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ. ആ 60,000 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. പ്ലസ് പർച്ചേസസ് അതറിയില്ല. മൈനസ് 90,000 അത് ക്ലോസിംഗ് സ്റ്റോക്ക് അറിയാം. ഇനി എന്ത് ചെയ്യണം, ഈ പ്ലസ് 60,000 ഇങ്ങോട്ട് കൊണ്ടുവരാം, മൈനസ് 90,000 ഇങ്ങോട്ട് വരാം. അപ്പോൾ പ്ലസ് ആയി. ഈ പ്ലസ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ആവും, ഈ മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആവും. അപ്പോൾ 2,10,000 മൈനസ് 60,000 പ്ലസ് 90,000. അപ്പോൾ ഒരു 30,000 ഡിഫറൻസ് ആണുള്ളത്. 30,000 ആഡ് ചെയ്യുക. 2,10,000 കൂടെ 30,000 ആഡ് ചെയ്യുമ്പോൾ 2,40,000 വരും. ഇതാണ് നമ്മുടെ പർച്ചേസസ്. ഈ പർച്ചേസസ് ആണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. പിന്നെ അതുകൂടാതെ എൻ്റെ വർക്ക് നോട്ടിലേക്ക് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് സാലറി 60,000 തന്നിട്ടുണ്ട്. അപ്പോൾ അത് എഴുതാം. സാലറി 60,000 ആണ് തന്നിരിക്കുന്നത്. പിന്നെ അടുത്തത് ഫിനാൻസ് കോസ്റ്റാണ്. വേറെ അതിൽ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് വേറെ ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ എമൗണ്ട് നമ്മൾ അവിടെ ചെയ്യുന്നു. ഡിബഞ്ചർ ഇൻട്രസ്റ്റ് 2,00,000 14% മൊത്തം ഇൻട്രസ്റ്റ് അവിടെ പെയ്ഡാണ്. 2,14,000. അപ്പോൾ 28,000 വരും. 2,00,000 14%. അപ്പോൾ 28,000 വരും. ഓക്കെ. പിന്നെ അടുത്തത് ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് ആണ്. അതിൽ ഡിപ്രീസിയേഷൻ ഓൺ ബിൽഡിംഗ് 8,000, ഓൺ മെഷീനറി 12,000, രണ്ടും കൂടി കൂട്ടുമ്പോൾ 20,000. ഈ 20,000 ആണ് ട്രയൽ ബാലൻസിനകത്ത് വന്നിരിക്കുന്നത്. 20,000 ആണ്. ഇത് അഡ്ജസ്റ്റഡാണ്. ഈ സ്പ്ലിറ്റ് ചെയ്ത് തന്നിരിക്കുന്ന ഐറ്റം അഡ്ജസ്റ്റഡാണ്. അത് അങ്ങനെ എഴുതി, അതൊരു അഡ്ജസ്റ്റഡായിട്ട് കണക്കാക്കണ്ട, അതൊരു ഇൻഫർമേഷൻ മാത്രമാണ്. ഇങ്ങനെ 20,000. ദെൻ അതർ എക്സ്പെൻസിൽ ഡയറക്റ്റ് യൂസസ് 10,000 ഉണ്ട്. റെൻറ്റ് 26,000. ഇനി ബാഡ് ഡെപ്റ്റിൻ്റെ ട്രീറ്റ്മെൻ്റ് ആണ് അവിടെ ഉള്ളത്. ബാഡ് ഡെപ്റ്റ് 6,000 ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. ന്യൂ പ്രൊവിഷൻ ഡെറ്റേഴ്സിൻ്റെ 4% പ്രൊവിഷനാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡെറ്റേഴ്സ് എത്രയുണ്ട്? ഡെറ്റേഴ്സ് 1,25,000. 1,25,000 4%. 1,25,000 4% എത്ര വരും? കാൽക്കുലേറ്റർ ചെയ്ത് നോക്കാം. 1,25,000 ഇൻറ്റു 4% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5,000 വരും. അങ്ങനെ 5,000 അത് ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ എത്ര വന്നു? 11,000 വന്നു. 11,000 ഓൾഡ് പ്രൊവിഷൻ കുറയ്ക്കാം. അത് ട്രയൽ ബാലൻസിനകത്തുണ്ട്, ക്രെഡിറ്റ് ബാലൻസിലുണ്ട്. അപ്പോൾ 11,000 3,000 കുറയ്ക്കാം. അപ്പോൾ 8,000 വരും. അതാണ് ബാഡ് ഡെപ്റ്റിൻ്റെ ലാസ്റ്റ് എമൗണ്ട് കേട്ടോ. ദെൻ സൺട്രി എക്സ്പെൻസസ് 18,000. ഇനി അതർ എക്സ്പെൻസിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കുക. 10,000, 26,000, 8,000, 18,000, 62,000 അങ്ങനെ ടോട്ടൽ വരുന്നു. ഇതിൻ്റെ അതർ എക്സ്പെൻസിൻ്റെ ടോട്ടൽ 62,000 വരുന്നു. ഓക്കെ. ഇതാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നമ്മൾ ഇനി റെക്കോർഡ് ചെയ്യുന്നത് പർച്ചേസസ് പറഞ്ഞപ്പോഴാണ് നമുക്ക് അത് പറയേണ്ടി വന്നത്. അപ്പോൾ പർച്ചേസസ് നമ്മൾ എഴുതി 2,40,000 എഴുതി. 2,40,000. ഇനി ചേഞ്ചസ് ഇൻ ഇൻട്രീസ്, അതായത് ഈ പറഞ്ഞ ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തമ്മിലുള്ള വ്യത്യാസം. ഓപ്പണിംഗ് സ്റ്റോക്ക് 60,000, ക്ലോസിംഗ് സ്റ്റോക്ക് 90,000.
60,000 നിന്നും 90,000 കുറയ്ക്കാം. അപ്പോൾ -30,000 വരും. അത് എമൗണ്ട് കൊടുത്തില്ല. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച് 60,000. ഫിനാൻസ് കോസ്റ്റ് കണ്ടുപിടിച്ച് 28,000. ഓക്കെ. ദെൻ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് 20,000 ആണ്. ദെൻ അതർ എക്സ്പെൻസസ് 62,000. അങ്ങനെ ടോട്ടൽ 2,40,000 -30,000 പ്ലസ് 60,000 28,000 20,000 62,000. ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് 30,000 കുറയ്ക്കുമ്പോൾ കിട്ടുന്ന എമൗണ്ടാണ് 3,80,000. അപ്പോൾ ടോട്ടൽ ഇൻകം എത്രയാണ്? 5,32,000. ടോട്ടൽ ഇൻകം 5,32,000. ടോട്ടൽ എക്സ്പെൻസസ് 3,80,000. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ 5,52,000 നമ്മുടെ എന്തായിട്ടുണ്ട് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ഇനി ഇതിൽ നിന്ന് വേണം മറ്റേ പ്രൊവിഷൻ ഫോർ ടാക്സ്. അപ്പോൾ ഈ എമൗണ്ടിൻ്റെ 1,52,000 40% കണ്ടുപിടിക്കുക. അപ്പോൾ 60,800 വരും. ഇതാണ് പ്രൊവിഷൻ ഫോർ ടാക്സ്. അത് കുറയ്ക്കുമ്പോൾ 91,200 വരും. 91,200. ഇനി ഏണിങ്സ് പെർ ഷെയർ കാണുമ്പോൾ ഈ 91,200 പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസിൽ ഇടുക. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് 2,000 ആണ് നമുക്ക് നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് വരുന്നത്. 2 lakh ആണല്ലോ ഷെയർ ക്യാപിറ്റൽ. 2 lakhനെ നമ്മൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന നമ്മുടെ 2,000 ആണ് നമ്പർ ഓഫ് ഷെയർസ് ഇഷ്യൂഡ് വരുന്നത് കേട്ടോ. അപ്പോൾ 91,200 ഡിവൈഡ് ബൈ 2,000 എന്ന് പറഞ്ഞാൽ 45.60 ആണ് നമ്മുടെ ഏണിങ്സ് പെർ ഷെയർ. അപ്പോൾ നമ്പർ ഓഫ് ഷെയർസ് ഉണ്ടെങ്കിൽ ഏണിങ്സ് പെർ ഷെയർ കണ്ടുപിടിക്കാം. ആ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിനെ നമ്പർ ഓഫ് ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതാണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് നമ്മൾ ഇൻഫർമേഷൻ പറയുന്നുണ്ട്. അത് അതിനനുസരിച്ച് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.